കൂനമ്മാവ് സെൻറ്റ് ഫിലോമിനാസ് LP സ്കൂളിൻ്റെ 123ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഷാജിമോൾ K. തോമസിനുള്ള യാത്രയയപ്പും സെൻറ്റ് ഫിലോമിനാസ് പാരിഷ് ഹാളിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂനമ്മാവ് അടിസ്ഥാന സൗകര്യ വികസനത്തിലെല്ലാം ഇപ്പോഴാണ് മുൻപിലേക്ക് വന്നത് എങ്കിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരു ഗ്രാമീണ അന്തരീക്ഷം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു പ്രദേശമായി കൂനമ്മാവ് മാറി എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. LP സ്കൂളായി, UP സ്കൂളായി, ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി ആയി, അതുപോലെ തന്നെ മറ്റ് ടെക്നിക്കൽ കോഴ്സസ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും സ്പെഷ്യൽ സ്കൂളും പ്രൈവറ്റ് സ്കൂളുകളുമായി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 10,000 കുട്ടികളെങ്കിലും വിവിധ സ്ഥാപനങ്ങളിലായി ഈ പ്രദേശത്ത് എല്ലാ ദിവസവും വന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഫാദർ സുജിത് നടുവിലപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. തൻ്റെ 34 വർഷത്തെ സേവനത്തിനു ശേഷം ഈ കലാലയം വിട്ട് ഇറങ്ങുന്ന പ്രധാന അധ്യാപക ശ്രീ ഷാജിമോൾ ടീച്ചർ ഈ 34 വർഷം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഉറപ്പാണ് ഈ 34 വർഷം ടീച്ചർ ഇനി അധ്യാപനത്തിന് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെച്ചപ്പോൾ മിസ്സിന് ഉറപ്പായിട്ടും മിസ്സിൻ്റെ കുടുംബത്തെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും. മിസ്സിന് തൻ്റെ കുട്ടികളുടെ ഒപ്പം ചെലവഴിക്കാനായിട്ട് സ്വന്തം മക്കളുടെ ഒപ്പം ചെലവഴിക്കേണ്ട സമയങ്ങൾ കൂടുതലും ചെലവഴിച്ചിട്ടുള്ളത് പഠിപ്പിക്കേണ്ട കുട്ടികളുടെ ഒപ്പമാണ്. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ പ്രാസംഗികനായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ചിലതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. മൂല്യബോധം വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മാത്രമല്ല അവരിൽ ആത്മവിശ്വാസമില്ലായ്മ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് അടുത്ത കാലത്തായി പത്രങ്ങളിൽ വന്ന ഒരുപാട് വാർത്തകൾ നമുക്കറിയാം. ചെറിയ ചെറിയ കുറവുകൾ കൊണ്ട് മാനസികമായി കുട്ടികളെ തകർത്ത് അവരിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ വിളംബരം ചെയ്യാൻ കഴിയാതെ നശിച്ചു പോകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കുട്ടികൾക്ക് ഒരാത്മവിശ്വാസവും അവരുടെ സർഗപരമായ വാസനകളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അവസരം, ഒരു സന്ദേശം എന്ന നിലയ്ക്ക് ഗിന്നസ് പക്രുവിലൂടെ നൽകാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിൽ ഈ വിദ്യാലയത്തിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. സീനിയർ ആർട്ടിസ്റ്റ് ഗിന്നസ് പക്രു കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ആദ്യത്തെ ആനിവേഴ്സറിയെ കുറിച്ചാണ്. ഞാനും LP സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നത്തെ ഭയങ്കര ജനകീയമായ കല എന്ന് പറയുന്നത് കഥാപ്രസംഗമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ചെറിയ ജുബ്ബയൊക്കെ ഇട്ട് സ്റ്റേജിൽ കയറി കർട്ടൻ പൊങ്ങി എൻ്റെ മുന്നിൽ ബെഞ്ചും ഡെസ്കും ഓടിയാൻ തുടങ്ങി. അപ്പോഴാണ് ടീച്ചേഴ്സ് ഓടി വന്നിട്ട് പറഞ്ഞു, തുടങ്ങരുത് അജയ്, തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തടസ്സപ്പെടുത്തി. അത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, അന്ന് എനിക്ക് ഇതിലും പൊക്കം കുറവായിരുന്നു. പെട്ടെന്നൊരു ടേബിൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ എന്നെ കയറ്റി നിർത്തി. ഒരു സൈഡിൽ പൊക്കമേളം, ഹാർമോണിയം, ഈ സൈഡിൽ തബലയൊക്കെ വെച്ചിട്ട് ഞാൻ കയറി നിൽക്കുന്നു. അന്നേരം ആണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഓഡിയൻസ് എല്ലാം എന്നെ നോക്കുക. എല്ലാവരെയും അന്നേരമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉറക്കെ AEO CS ജയദേവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ബിജു പഴമ്പള്ളി, ജീൻ സെബാസ്റ്റ്യൻ, ഗ്ലോറിയ ഡോറിസ്, AO ആൻഡപ്പൻ, സ്മൃതി തോമസ്, വെറോനിക്ക കാർമെലിൻ, PTA പ്രസിഡന്റ് ആന്റണി പയ്യപ്പള്ളി,
അലോഷ് സന്തോഷ്, ദാഷ ശരത് എന്നിവർ സംസാരിച്ചു. LSS വിജയികളെയും സർവീസിൽ നിന്നും വിരമിക്കുന്ന AUO ജയദേവനെയും ആദരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപിക ഷാജിമോൾ K. തോമസ് സിറ്റി വോയിസിനോട് സംസാരിച്ചു. ഞാൻ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. കഴിഞ്ഞ 34 വർഷമായി സർവീസ് ജീവിതം ആരംഭിച്ചിട്ട് ഏകദേശം 5 വയസ്സ് മുതൽ 56 വയസ്സിൽ നിൽക്കുമ്പോൾ 51 വർഷം ചവിട്ടിക്കയറിയ ഈ പടികളോടാണ് വിട പറയുന്നത്. അതിൽ ഒരുപാട് കരങ്ങൾ എൻ്റെ ഈ കാലഘട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മാതാപിതാക്കളെ തന്നെയാണ്. ഒപ്പം എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ഓരോ വിദ്യാലയങ്ങളിലും സേവനം ചെയ്യുമ്പോൾ ഞാൻ ഇടപഴകിയ എൻ്റെ നാട്ടുകാർ, ഒപ്പം അതിനേക്കാൾ ഉപരി എന്നെ ഒരു അധ്യാപികയാക്കിയ ശിഷ്യഗണങ്ങൾ, ഇവരെല്ലാവരും ചേർന്ന് എന്നെ ഞാനാക്കിയെടുത്തു. ഇപ്പോൾ ചവിട്ടുപടികൾ ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴെൻ്റെ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ AUO ജയദേവൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കിട്ടിയതും ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളോടെ, ഒരുപാട് നന്ദിയോടെ ഞാൻ ഇതിൻ്റെ ചവിട്ടടി ഇറങ്ങുകയാണ്. താങ്ക് യു. കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.